അള്ളാന്റെ റസൂലിന്റെ റിസാലത്തിന്റെ നാവ് കൊണ്ട് പ്രവാചകന് പറഞ്ഞത്രേ, ഓ സഹൽ ഇബ്നു സൈദ് ഹുവ മിൻ അഹ്ലിന്നാർ, ആ മനുഷ്യൻ നരകത്തിലാ. സഹൽ ഇബ്നു സൈദ് പടച്ചറബേ ശത്രുവിന്റെ ഇടയിലേക്ക് തന്നെ ഊരിപ്പിടിച്ച വാളും കൊണ്ട് കടന്നു ചെന്നിട്ട് ശത്രുവിന്റെ തല കൊയ്തെടുക്കുന്ന യോദ്ധാവിനെ നോക്കിയിട്ട് ഞങ്ങളെല്ലാവരും സ്വർഗത്തിലാണ്, പ്രതിഫലത്തിൽ മുന്നിലാണെന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുന്ന മനുഷ്യര് നരകത്തിലാ. സഹൽ ഇബ്നു സൈദ് തങ്ങൾക്ക് വല്ലാത്തൊരു സംശയമായി. എന്തിനാണ് അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത്? എന്തിനാണ് പടച്ചവനെ അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത്? യുദ്ധത്തിന്റെ ഇടവേളകളിൽ ആ മനുഷ്യരെ നിരീക്ഷിക്കാൻ സഹൽ ഇബ്നു സൈദ് തങ്ങൾ രണ്ടാളുകളെ ചുമതലപ്പെടുത്തുകയാ. ആ യുദ്ധമതാ കൊടുമ്പിരി കൊള്ളുകയാ. സത്യവും അസത്യവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അവസാനമല്ലാ ആ ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് ശത്രു ആഞ്ഞങ്ങു വെട്ടുകയാ. തന്റെ കാലിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങുകയാ. പടച്ചറബേ വേദന സഹിക്കാൻ കഴിയണില്ല. അസത്യത്തോട് സന്ധിയില്ലാതെ തന്റെ വാളുകൊണ്ട് മാസ്മരീകത കാണിച്ച ചെറുപ്പക്കാരന്റെ ശരീരത്തില് പടച്ചറബേ ശത്രുവിന്റെ വെട്ടേറ്റിട്ട് ശരീരം മുറിഞ്ഞിട്ട് അതാ രക്തം വെളിയിലേക്ക് ഒഴുകുകയാ. സഹിക്കാൻ കഴിയണില്ല വപ്പാ, വേദന സഹിക്കാൻ കഴിയണില്ല. അതുവരെ അസത്യത്തിന്റെ നേരെ ഓങ്ങിയ ആ തന്റെ വാളുണ്ടല്ലോ, ആ ചെറുപ്പക്കാരൻ